അപ്പോൾ ഇന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ കഴിയുന്ന ഒരു പരിപാടിയിലാണ്. ഇതാണ് വാഷിംഗ് മെഷീൻ്റെ അകഭാഗം. അപ്പോൾ വാപ്പച്ചാണ് കഴിവുന്നത്. പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ കഴിവുന്ന സാധനമാണ് ഇതൊക്കെ. കണ്ടോ? പിന്നെ ഇത് ഗൈസ്, നിങ്ങളെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബറും ചെയ്യണേ. അങ്ങനെ കുറച്ചായി കഴുകി തീരാറായി. ഗൈസ്, നല്ല അഴുക്കുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ ആഫാവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആഫാവം. നമുക്ക് സെറ്റ് ചെയ്യാം. എന്തോ സെറ്റായി. ഇതിന്റെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. വെളിച്ചെണ്ണ ഇട്ടോ, വെളിച്ചെണ്ണ ഇട്ടെടുത്താലേ ഇതേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. കണ്ടോ? എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒക്കെയാണ് സാധനം. പിന്നെ എൻ്റെ ആഫാൻ എത്ര ഉള്ളു ഉണ്ടോ? ഇതിൻ്റെ അകത്താണ് എല്ലാം വെച്ചിക്കണം. പിന്നെ ഈ അകത്താണ് ഇതിൻ്റെ ഇത് കുറച്ച് നമ്മൾ അടച്ചു വെക്കും. അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കണം. പിന്നെ ഇത് അതിൽ അടച്ചു വെക്കുന്ന സാധനം. ഇത് അതിൻ്റെ അടപ്പ്, ഇതും അടപ്പ് തന്നെ. പിന്നെ അതിൻ്റെ ഗ്ലാസ്സാണ് ഇതാ ഇവിടെ ഇരിക്കണം. അങ്ങനെ ഗ്ലാസ് വാഷിംഗ് മെഷീൻ. അങ്ങനെ നമ്മൾ പണി തുടങ്ങാൻ പോകും. കുറച്ച് എണ്ണ ഇട്ട് കൊടുത്താലേ കറക്റ്റ് സീറ്റിങ്. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇളക്കുമ്പോഴേ നേരത്തെ ഇളക്കിയപ്പം ഇത് നെട്ട് കണ്ട ഇത് ഒടിഞ്ഞു, അകത്തൊടിഞ്ഞു. ഇത് കറക്റ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ ഇനിയും ഭാഗം നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മൾ സ്ക്രൂ ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. 10-ൻ്റെ ടീസ്പാൻഡാണ്. ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട നേരത്തെ ഭയങ്കര അഴുക്കായിരുന്നു ഇവിടെയൊക്കെ. മൊത്തം ഉള്ള ഡ്രസ്സിൻ്റെ അഴുക്ക് ഇത് ചളിയായിരുന്നു. അറിയാമോ? ഇതൊക്കെ കണ്ടോ? അഴുക്കാണ്. ഗൈസ്, എൻ്റെ അനിയത്തിയെല്ലാം വന്നിട്ടുണ്ട്. നിൽക്കുന്നു, മിഠായി വെച്ചോണ്ടിരിക്കുന്നു. ഇന്നലെ എടുത്ത ടീച്ചർ ഇത് ടൈറ്റ് ആണ്. എനിക്കത് പൊട്ടിയാൻ ചാൻസ് ഉണ്ട്. അത് സൗണ്ട് ഉണ്ടോ? എവിടെ നിൽപ്പുണ്ട്? ഹായ് പറ. ഇതാണ് നമ്മളെ ബാക്ക് ഭാഗം. അപ്പൊ ചെറുതായിട്ട് ഒടിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്.
വാപ്പച്ചി ടൈറ്റ് ആയോ? രണ്ട് സൗണ്ട് കണ്ടോ? യെസ്. ആ നെറ്റ് പണിയാവും. നെക്സ്റ്റ് ടൈം ഇളക്കുമ്പോഴേ ആ നെറ്റ് പണിയാണ്. കണ്ടോ ഗൈസ്, നമ്മൾ കുറച്ചായി, ഇനി കുറച്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഇതിൻ്റെ അടപ്പ് വെക്കാൻ പോകുന്നു. ഇതാണ് അടപ്പ്. ഈ ലെയറിലാണ് ആ താഴെ കുത്തേണ്ട. ഇതിൻ്റെ അഴുക്കാണ്. ഇതങ്ങനെ സാധനം വെച്ച് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഏകദേശം ഫിറ്റായി. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. ഇതാക്ക് ഇരിക്കണേ. ഇനി പിന്നെ താഴെ കുറച്ച് സ്കൂട്ടർ കിടക്കണേ. അങ്ങനെ സംഭവം റെഡിയായി. ഇതിൻ്റെ ഒരു അടപ്പും കൂടെ വേണം. അടപ്പ് വാപ്പച്ചി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നെട്ടെന്നൊക്കെയാണ് പറയണേ. കണ്ടു. പിന്നെ ഗൈസ് ഇതാ വെക്കുന്നുണ്ട്. അതിലും കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തു. അത് സ്മൂത്ത്. നേരത്തെ ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇപ്പൊ സ്കൂളിൽ വിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് വാപ്പച്ചി ചെയ്തോണ്ടിരിക്കുന്നത്. വാപ്പച്ചി അങ്ങനെ ടൈറ്റ് ചെയ്തോണ്ടിരിക്കണേ. നമ്മളെ വാഷിംഗ് മെഷീൻ ഇതിൻ്റെയാണ് ഫൈനൽ അടപ്പ്. ഇതാ വെച്ചോണ്ടിരിക്കുന്നു. കണ്ടോ നിങ്ങൾ? നോക്കണം, നോക്കിയിട്ട് ചെയ്യട്ടെ. എല്ലാവരും തന്നെയല്ലേ. അതിനി അടച്ചിടിച്ചു വെക്കണം. അങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാക്ക് സംഭവം. പിന്നെ വേറെ ഇതും കൂടെ ഉണ്ട്. ഇവിടെ ലോക്കാണ്. ഇവിടെ ഒരു ഇതുണ്ട്. ലോക്ക് ഇതേപോലെ എല്ലാത്തിലും പ്രസ്സാണ്. കണ്ടോ ഗൈസ്? അങ്ങനെ എല്ലാത്തിനും പ്രസ് ആക്കണം. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഒരു സൈഡായി നമ്മൾ. ഇനി ബാക്കി സൈഡ് ഞാൻ കാണിച്ചു തരാം. എല്ലാ സൈഡിലും ഉണ്ട്. വെച്ച് വെച്ച് വേണം. ഇത് കണ്ടോ? കണ്ടോ സംഭവം? ഇതിൻ്റെ അകത്താണ് നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് അടപ്പ്, പിന്നെ അതിൽ കുറച്ച് സ്ക്രൂ ഒക്കെ ഇരിക്കണം. പിന്നെ വാപ്പച്ചി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ സംഭവം കുറച്ച് സെറ്റായി. നീ ഫാം കൂടെ സെറ്റാക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ വാപ്പച്ചി സാധനം ഇങ്ങനെ എടുത്ത് വെച്ചു. കണ്ടോ? കാണിച്ചില്ല. ആണ് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇരുന്ന. എൻ്റെ ഒരു അടപ്പും ഉണ്ട്, ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ അടപ്പ്. അത് പൊട്ടിപ്പോയി. എൻ്റെ നമ്മൾ ഒട്ടിച്ച് വെച്ച് ഫസ്റ്റ്, പിന്നീട് ഇളകിപ്പോയി. ഞാൻ വാപ്പച്ചി സ്ക്രൂ ഒക്കെ ചെയ്യണം. ഇതിൻ്റെ അകത്തോട്ടാണ് സ്ക്രൂ വെക്കേണ്ടത്. കണ്ടു പൈസ. ഈ ലെയറില്ലേ, ഇതിൻ്റെയും പിടുത്തോണം നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യണം. ഡിസ്റ്റൻസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. വാപ്പച്ചി നല്ല ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ വെച്ച് വാപ്പച്ചി ഇതിന് എത്ര രൂപ എന്ന് പറഞ്ഞു കൊടുക്കൂ? 23 രൂപയാണ് ഈ വാഷിംഗ് മെഷീന്.
23,000 ഇത്. ഇതേപോലത്തെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത് ഇവിടെ സാധനം ഫിറ്റ് ചെയ്താണ്. അവിടെ നീങ്ങിന്ന് കാണിച്ചിട്ടില്ല വീഡിയോയിൽ കറക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ബ്ലറായിട്ട് കാണാം. വെച്ചോണ്ടിരിക്കുന്നു. കമ്പനി വേൾപൂളാണ്. വേൾപൂൾ കണ്ടോ? ഇത് വേൾപൂൾ അഞ്ഞോളല്ലേ? സാരമില്ല, നെക്സ്റ്റ് ടൈം പിടിക്കും. കണ്ടു ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് 2 ഉണ്ട്. എന്നാൽ ഈ ബാക്കിൽ ഈ പോർഷൻ കണ്ട ഇതിൻ്റെ എവിടെയാണ് ഇത് 2 കണ്ടോ? ഓക്കെ, കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. എന്നിട്ട് ഈ വാഷിംഗ് മെഷീൻ അവിടെയാണ് വെക്കാൻ പോണ. ഇതാ വെക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ വെച്ചു. ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അവിടെയാണ് പൈപ്പ് ഇരിക്കുന്നത്, ഞാൻ കാണിച്ചു. അതാണ് പൈപ്പ് ഇരിക്കണം. പിന്നെ അതിൻ്റെ മോട്ടർ ഇവിടെ ഇരിപ്പുണ്ട്, അത് വെക്കുന്നുണ്ട്. കണ്ടോ? ആ ഹോളിലാണ് നമ്മൾ സാധനം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പൈപ്പ്. അത് ടൈറ്റ് ചെയ്യണം. കണ്ടോ? ഓണാക്കി നോക്കാം. ഗൈസ്, അപ്പോൾ എന്നിട്ട് നമുക്ക് ഓണാക്കാം. ഓണാക്കി നോക്കട്ടെ. ഗൈസ് ഓണാക്കുന്നു. തുണി ഇട്ട് കൊടുക്കാം. തുണി ഇട്ട് കൊടുത്ത് വർക്ക് നോക്കാം. ഗൈസ്, നമുക്ക് തുണി കുറച്ചിട്ട് നോക്കാം. അത് വർക്കാവണമെങ്കിൽ നോക്കാം. വർക്കാവണം നോക്കാം. ഫസ്റ്റ് വർക്കാവും. തുണികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഏകദേശം കുറച്ച് തുണികളായി. ഇവിടെ കൂടെയാണ് നമ്മൾ പൗഡറൊക്കെ ഇടണം. ഇത് തുറന്ന് കാണിച്ചോട്. കണ്ടോ? ഇളകിപ്പോയി. ഇളക്കി എടുക്കാൻ പറ്റൂടാ. ഇത് നിങ്ങൾ ക്ലീൻ ചെയ്തോട്ടു. ഈ സ്ഥലത്ത് നമുക്ക് അതും ക്ലീൻ ചെയ്യണം. കഴുകുന്നു. വെച്ചിട്ടുണ്ട്. ചെയ്യാമോ? അടപ്പിളവി പോയി. ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ച അടപ്പാണ്. കുറച്ച് സ്ക്രാച്ചൊക്കെ ആയി. ഞാൻ കാണിച്ച കണ്ടോ?
ബസ് നമ്മൾ വർക്കാവണ്. ഉണ്ടോ ശബ്ദം കേട്ടോ? ഉണ്ടോ? ഓണാക്കുമ്പോൾ ഇത് ഓഫായി പോവും. അപ്പോൾ ഈ നമ്മൾ സക്സസ് ആയിട്ട് സെറ്റ് ചെയ്തല്ലേ? യെസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.